ലാലാ കോ കാട്ടോ തോ ബദൻ മേം ഖൂൻ നഹി. ഇപ്പോൾ നമ്മൾ ലാലാ ചൗലാലിനെ ഒരു കത്തി വെച്ച് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് ഒരു തുള്ളി രക്തം പോലും കാണില്ല. ऐसी चलती हुई गली में ऊंचे तिमली से भरे हुए ലോട്ടെ കാ ഗിർന ഹസി ഖേൽ നഹി. അതായത് 3 നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് വെള്ളം നിറച്ചു വീഴുന്ന ഈ ലോട്ട ഒരു ചിരിക്കാനുള്ള കാര്യമേ അല്ല. യഹ് ലോട്ട ന ജാനെ കിസ് അനാധികാരി കെ ചോപ്പടി പർ കാശിവാസ് കാ സന്ദേശ് ലേക്കർ പहुंचा. അതായത് ഈ ലോട്ട ഏത് അനാധികാരമായി കുടിൽ കെട്ടി വസിക്കുന്ന ഏത് കാശിവാസിക്കാണ് ഈ സന്ദേശം എത്തിക്കാൻ പോകുന്നത്. കുച്ച് ഹുവാ ബി ഏസെ ഹി ഗലി മേം ജോർ കാ ഹല ഉട്ട. അപ്പോൾ തന്നെ താഴെയുള്ള സ്ട്രീറ്റിൽ നിന്നും വലിയ ശബ്ദം ഉയരാൻ തുടങ്ങി. ലാലാ ചൗലാൽ ജബ് തബ് ദൗഡ്കർ നീचे ഉത്തരെ തബ് തക് ഏക് ഭാരി ഭീഡ് ഉനക്കെ ആംഗൻ മേം ഘുസ് ആയെ. ലാലാ ചൗലാൽ ഒരുവിധം മുകളിൽ നിന്നും 3 നിലയുടെ മുകളിൽ നിന്നും ഒരുവിധം താഴേക്ക് ഓടി ഇറങ്ങി വന്നു. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തൻ്റെ വരാന്തയിൽ നിൽക്കുന്നത് കണ്ടു. ലാലാ ചൗലാലിനെ ദേഖാ കി ഇസ് ഭീഡ് കാ പ്രധാൻ പാത്ര ഏക് അംഗ്രേസ് ഹെ. അത് ലാലാ ചൗലാൽ കണ്ടു ആ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഇംഗ്ലീഷ് മെന്നാണ്. നഗ് ശിഖാ സെ ഭീഗാ ഹുവാ ഓർ ജോ അപ്നെ ഏക് പേർ को हाथ से सहलाता हुआ दूसरे पैर नाच रहा है. അതായത് അദ്ദേഹം കണ്ടു ആ ഇംഗ്ലീഷ് മെൻ മുഴുവൻ തന്നെ നനഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല അദ്ദേഹം തൻ്റെ ഒരു കാല് പതുക്കെ തടകുകയും ഒരു കാൽ വെച്ച് വളരെ കഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്യുന്നത് പോലെയുമാണ് നടക്കുന്നത്. ഉസി കെ പാസ് അബ്രാദി ലോട്ടാ കോ ഭി ദേഖർ ചൗലാൽ ജീനെ ഫോറൻ ദോ ഓർ ദോ ജോഡ്കർ സ്ഥിതി കാ സമജ് ലിയ. അതായത് ഈ തൻ്റെ കുറ്റവാളിയായ ലോട്ട ആ ഇംഗ്ലീഷ് കാരൻ്റെ കയ്യിൽ കണ്ടപ്പോൾ തന്നെ രണ്ടും ചേർത്ത് അപ്പോഴുള്ള സ്ഥിതിഗതികൾ മുഴുവനും ചൗലാൽ മനസ്സിലാക്കി. ഗിർനെ കെ പൂർവ് ഏക് ദുക്കാൻ കെ സാഹിബാൻ സെ ടക്രായ. അതായത് ഈ ലോട്ട വീഴുന്നതിന് മുന്നേ ഒരു കടയുടെ മേൽക്കൂരയിൽ തട്ടിയിരുന്നു. വഹാം टकराकर उस दुकान पर खड़े उस अंग्रेज की उसने सांगोपांग स्नान कराया और फिर उसी के बूट पर आ गिरा. ആ ലോട്ട എന്ത് ചെയ്തു? അതിനുശേഷം ആ കടയുടെ മേൽക്കൂരയിൽ തട്ടിയതിന് ശേഷം അവിടെ നിന്നിരുന്ന ആ ഇംഗ്ലീഷുകാരനെ മുഴുവൻ നനയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ പോയി പതിക്കുകയുമാണ് ചെയ്തത്. उस अंग्रेज को जब मालूम हुआ कि लाला चावलाल ही उस लोटे का मालिक है तब उसने കേവൽ ഏക് കാം കിയ. ആ ഇംഗ്ലീഷുകാരന് മനസ്സിലായി ലാലാ ചൗലാലിൻ്റെയാണ് ആ ലോട്ട എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ആകെ ഒരു കാര്യമേ ചെയ്തുള്ളൂ. അപ്നെ മൂക്ക് ഖോൽക്കർ ഖുല ചോട. തൻ്റെ വായ തുറന്നു വിട്ടു. അത് ലാലാ ചൗലാൽ കോ ആജ് ഹി യഹ് മാലൂം ഹുവാ കി അംഗ്രേസ് ഭാഷാ മേ ഗാലിയോं का एक प्रकट कोश है. ഇന്നാണ് ലാലാ ചൗലാലിന് മനസ്സിലായത് ഇംഗ്ലീഷിൽ ഒരാളെ വഴക്ക് പറയാൻ ഒരുപാട് വേർഡ്സ് ഉണ്ട്. इस समय पर बिलवासी मिश्रा भीड़ को चीरते हुए आंगन में आते दिखाई पड़े. ആ സമയത്താണ് നമ്മുടെ ബിൽവാസി മിശ്ര ഇദ്ദേഹത്തിൻ്റെ വരാന്തയിൽ ഈ ആളുകളെ വകഞ്ഞു മാറ്റി അങ്ങോട്ടേക്ക് വന്നത്. उन्होंने आते ही पहले काम यह किया कि उस अंग्रेज को छोड़कर और जितने आदमी आंगन में घुसे आए थे सबको बाहर निकाला. അദ്ദേഹം വന്നിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷുകാരനെ ഒഴിച്ച് ബാക്കി കൂടി ജനക്കൂട്ടത്തെ മുഴുവനും ലാലാ ചൗലാലിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഫിർ ആംഗൻ മേ കുർസി രഖ്കർ ഉനോനെ സാഹബ് സെ കഹ. പിന്നീട് ആ വരാന്തയിൽ ഒരു കസേര കൊണ്ടുവന്നിട്ടു. എന്നിട്ട് അദ്ദേഹം ആ ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു, ആപ്കെ പേർ മേം ഷായദ് കുച്ച് ചോട്ട് ആകെ. താങ്കളുടെ കാലിൽ ചെറിയൊരു നീരുണ്ടെന്ന് തോന്നുന്നു. അബ് ആപ് ആരാം സെ കുർസി പർ ബേഠ് ജായ. താങ്കൾ ഈ കസേരയിൽ ഇരുന്നാലോ. സാഹബ് ബിൽവാസി ജി കോ ധന്യവാദ് ദേത്തെ ഹുയെ ബേഠ് ഗേ. അങ്ങനെ ബിൽവാസി ജിയോട് താങ്ക് യു പറഞ്ഞിട്ട് ആ ഇംഗ്ലീഷുകാരൻ ആ കസേരയിൽ ഇരിക്കുകയാണ്. ഓർ ലാലാ ചൗലാൽ കി ഓർ ഇഷാര കർക്കെ ബോല. അതിനുശേഷം ലാലാ ചൗലാലിൻ്റെ നേരെ നോക്കിയിട്ട് ആ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, ആപ് ഇസ് ഷഖ്സ് കോ ജാൻതെ ഹെ. താങ്കൾ ഇയാളെ അറിയുമോ?
ബിൽക്കുൽ നഹി. അപ്പോൾ ബിൽവാസി മിശ്ര പറയാണ് എനിക്ക് അറിയത്തേയില്ല. ഓർ मैं ऐसे आदमी को जानने भी नहीं जानते जो निरीह राह चलते पर ലോട്ടെ കെ വാർ കരെ. അതായത് എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയാനും എനിക്കിഷ്ടമല്ല. കാരണം എന്തായത് നിരപരാധികളായ ആളുകളെ ലോട്ട വെച്ച് ആക്രമിക്കുന്ന ഒരാളെ എനിക്ക് അറിയുകയും വേണ്ട. മേരി സമജ് മേ ഹി ഇസ് എ ഡേഞ്ചറസ് ലുനാറ്റിക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഒരു ഡേഞ്ചറസ് ലുനാറ്റിക് അല്ലെങ്കിൽ ഒരു ഖത്തർനാക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഭ്രാന്തൻ എന്ന് പറയാം. നെഹി മേരെ സമജ് മേ ഹി ഈസ് ഡേഞ്ചറസ് ക്രിമിനൽ, അല്ല ഇയാളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ്. പരമാത്മാനെ ലാലാ ചാവുലാൽ കി ആँखों को इस समय कहीं देखने के साथ खाने की भी शक्ति देती थी होती तो निश्चय ही कि अब तक बिलवासी जी को वे अपने आँखों से खा चुके होते. അതായത് പരമാത്മാവായ ദൈവം ചാവുലാലിന് കണ്ണു വെച്ച് കാണാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാനും കൂടിയുള്ള ശക്തി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ബിൽവാസി മിശ്രയെ കഴിച്ചു കഴിയുമായിരുന്നു. വേ കുച്ച് സമജ് नहीं पाते थे कि बिलवासी जी को इस समय क्या हो गया. അതായത് ചാവുലാലിന് ഒന്നും തന്നെ മനസ്സിലായില്ല. ബിൽവാസി മിശ്രയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ഒന്നും മനസ്സിലായില്ല. കാരണം ബിൽവാസി മിശ്ര വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിച്ചിരുന്നത് ആ സമയത്ത്. സാഹബ് ബിൽവാസി ജി സെ പൂച്ചാ തോ ക്യാ കർനാ ചാഹിയെ, എന്താണ് ചെയ്യേണ്ടത് എന്ന് സാറ് ചോദിക്കുകയാണ്. ആ ഇംഗ്ലീഷ്മാൻ ബിൽവാസി മിശ്രയോട് ചോദിക്കുകയാണ്. അപ്പോൾ पुलिस में तो इस मामले की रिपोर्ट कर दीजिए जिससे यह आदमी फ़ौरन हिरासत में ले लिया जाए. അതായത് താങ്കൾ പോലീസിൽ ഇത് റിപ്പോർട്ട് ചെയ്യൂ, അപ്പോൾ വേഗം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷൻ ഹേ കഹാ. അപ്പോൾ ഇംഗ്ലീഷ്മാൻ ചോദിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്. പാസ് ഹി ഹേ. ബിൽവാസി മിശ്ര പറഞ്ഞു ഇവിടെ അടുത്തുണ്ട്. ചെലിയെ മേ ബത്താവും, വരൂ ഞാനും വരാം. ചെലിയെ എന്നാൽ നമുക്ക് പോകാം. അബി ചല, ദാ വരുന്നു. आपकी ഇജാസത്ത് ഹോ തോ പെഹ്ലെ മേ ഇസ് ലോട്ടെ കോ ഇസ് ആദ്മി സെ ഖരീദ് ലൂം. താങ്കളുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ ആ ലോട്ട ഇയാളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചോട്ടെ. പൈസയ്ക്ക്. ക്യോ ജി ബേച്ചേക, എന്തിനാണ്, വിൽക്കാനാണോ? മേ 50 രൂപയെ തക് ഇസ്കാ ദാം ദേ സക്ത ഹൂം. ഞാൻ 50 രൂപ വരെ ഇതിന് വേണമെങ്കിൽ കൊടുക്കാം. ലാലാ ചാവുലാൽ തോ ചുപ് രഹേ പർ സാഹബ് നെ പൂച്ച. ലാലാ ചാവുലാൽ പക്ഷെ മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ്മാൻ ചോദിച്ചു ഇസ് രദ്ദി ലോട്ടയ്ക്ക് ആ 50 രൂപ ക്യൂം ദേ രഹേ ഹെ. ഈ വേസ്റ്റ് ആയിട്ടുള്ള ഈ ലോട്ടയ്ക്ക് വേണ്ടി താങ്കൾ എന്തിനാണ് ഈ 50 രൂപ കൊടുക്കുന്നത്? ആപ് ഇസ് ലോട്ടേക്കോ രദ്ദി ബതാത്തെ ഹെ. അപ്പോൾ വേഗം ബിൽവാസി മിശ്ര ചോദിക്കുകയാണ് താങ്കൾ ഈ ലോട്ടയെ ഒരു വേസ്റ്റ് ആയിട്ടാണോ കാണുന്നത്? ആശ്ചര്യം, വളരെ ആശ്ചര്യമായിരിക്കുന്നു. मैं तो आपको एक विज्ञ और सुशिक्षित आदमी समझता था. ഞാൻ വിചാരിച്ചിരുന്നത് താങ്കൾ നല്ല വിവരവുമുള്ള ലേൺഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ആഖിർ ബാത്ത് ക്യാ ഹെ, കുച്ച് ബത്തായിയേ ബി. എന്താണ് കാര്യമെന്ന് താങ്കളൊന്ന് പറയോ? ആ ഇംഗ്ലീഷുകാരൻ പറയാണ്. ജനാബ് സർ, യഹ് ഏക് ഐതിഹാസിക് ലോട്ട ജാൻ പഡ്താ ഹെ. ഇതൊരു ഹിസ്റ്ററിക് ലോട്ടയാണ്. ജാൻ ക്യാ പഡ്താ ഹെ, മുझे പൂരാ വിശ്വാസേ. താങ്കൾ എന്തിനാണ് തോന്നുന്നു എന്ന് പറയുന്നത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. യഹ് വഹ് പ്രസിദ്ധ അക്ബരി ലോട്ട ഹെ ജിസ്കാ തലാഷ് മേ സംസാർ ഭർ കെ മ്യൂസിയം പരേഷാൻ ഹെ. ഓൾ ദ മ്യൂസിയംസ് ആർ വെറീഡ് അബൌട്ട് ദിസ് ലോട്ട. അതായത് എല്ലാ മ്യൂസിയംസും ഈ ലോട്ടയെക്കുറിച്ച് വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ആർക്കും ഈ ലോട്ട കിട്ടിയിട്ടില്ല. യഹ് ബാത്ത്, ഇതെന്ത് കാര്യം, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ജോ जी जनाब 16वीं शताब्दी की बात है. बादशाह हुमायूं ഷേർഷാ സെ ഹാർക്കർ ഭാഗാ ഥ. അതായത് ഇത് 16th സെഞ്ച്വറിയിൽ നടന്ന ഒരു കാര്യമാണ്. ബാദ്ഷായായിരുന്ന ഹുമയൂൺ ചക്രവർത്തി അന്ന് ഷേർഷയോട് തോറ്റിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓർ സിന്ധ് കെ രേഗിസ്ഥാൻ മേ മര ഫിറാ രഹാ ഥ. അങ്ങനെ സിന്ധിലുള്ള ഡെസേർട്ടിൽ അദ്ദേഹം നടക്കുകയായിരുന്നു. ഏക് അവസർ പർ പ്യാസെ ഉസ്കി ജാൻ നിക്കൽ രഹി തി. ഒരിക്കൽ അങ്ങനെ ദാഹിച്ച് വലഞ്ഞു നടന്നപ്പോൾ ഉസ് സമയ ഏക് ബ്രാഹ്മണനെ ഇസി ലോട്ടെ സെ പാനി പിലാക്കർ ഉസ്കി ജാൻ ബച്ചായി. ആ സമയത്താണ് അതുവഴി വന്ന ഒരു ബ്രാഹ്മണൻ ഈ ലോട്ടയിൽ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുകയാണ്. ഹുമയൂൺ കെ ബാദ് അക്ബർ ने इस ब्राह्मण का
पता लगाकर उससे इस ലോട്ട को ले लिया. അതിനുശേഷം ഹുമയൂണിന് ശേഷം അക്ബർ ചക്രവർത്തി ഈ ബ്രാഹ്മണനെ കണ്ടുപിടിക്കുകയും ഈ ലോട്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തത്. और इसके बदले में उसे इसी प्रकार के 10 सोने के लोटा प्रदान किया. അതിനുശേഷം ഈ ബ്രാഹ്മണനായ വ്യക്തിക്ക് അക്ബർ ചക്രവർത്തി 10 സ്വർണം കൊണ്ടുള്ള ലോട്ട സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. യഹ് ലോട്ട സമ്രാട്ട് അക്ബർ കോ ബഹുത് പ്യാരാ था. ഈ ലോട്ട അക്ബർ ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഇസീസെ ഇസ്കാ നാം അക്ബറി ലോട്ട പടാ. അതുകൊണ്ടാണ് ഈ ലോട്ടയ്ക്ക് അക്ബറി ലോട്ട എന്ന് പേര് വരാൻ കാരണം. വഹ് ബരാബർ ഇസെ വുജു കർത്തേ തെ. ഇത് അദ്ദേഹം വൂജു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നു. सन 57 तक इसकी शाही घराने में रहने का पता है. 1657 വരെ ഇത് രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. पर इसके बाद लापता हो गया. അതിനുശേഷം ഇത് കാണാതായി. കൽക്കത്ത के म्यूजियम में इसका പ്ലാസ്റ്റർ കാ മോഡൽ രക്കാ ഹുവ. കൽക്കത്തയിലുള്ള മ്യൂസിയത്തിൽ ഇതിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ട്. പതാ നഹി യഹ് ലോട്ട ഇസ് ആദ്മി കെ പാസ് കേസെ ആയ. എങ്ങനെയാണെന്നറിയില്ല ഈ ലോട്ട ഇയാളുടെ കയ്യിൽ എങ്ങനെ വന്നു. മ്യൂസിയം വാലോं को पता चलते हैं तो ഫേസി ദാം ദേക്കർ ഖരീദ് ലേ ജായെങ്കിൽ. മ്യൂസിയത്തിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന വില കൊടുത്ത് ഈ ലോട്ട മേടിച്ചുകൊണ്ട് പോകും. इस विवरण को सुनते सुनते साहब की आंखों पर लोभ और आश्चर्य का ऐसा प्रभाव पड़ा कि वे कौड़ी के आकार से बढ़कर पकौड़ी की आकार की हो गई. അതായത് ഈ വിവരണവും ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മെന്നിൻ്റെ കണ്ണുകളിൽ അത്യാഗ്രഹം നിഴലിക്കാനും ആശ്ചര്യം വർദ്ധിക്കാനും തുടങ്ങി. അത് ഒരു ഷെല്ലിൻ്റെ വലിപ്പത്തിൽ നിന്നും ഒരു ഉരുളയുടെ വലിപ്പത്തിലേക്ക് മാറാനായി തുടങ്ങി. ഉസ്നെ ബിൽവാസി ജി സെ പൂച്ച. അദ്ദേഹം ബിൽവാസിജിയോട് ചോദിച്ചു. തോ ആപ് ഇസ് ലോട്ടെ കാ ക്യാ കരിയേഗ. താങ്കൾ ഈ ലോട്ട കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മുझे പുരാനി ഓർ ऐतिहासिक चीज़ों की संग्रह का ഷോക്ക് ഹേ. എനിക്ക് പഴയ കാര്യങ്ങളും ചരിത്രപരമായ കാര്യങ്ങളും ശേഖരിക്കുന്ന ഒരു ഹോബിയുണ്ട്. മുझे भी പുരാനി और ऐतिहासिक चीज़ों की संग्रह करने का शौक है. അപ്പോൾ ഇംഗ്ലീഷ് മെന്നും പറയുകയാണ് എനിക്കും അങ്ങനെയുള്ളൊരു ഹോബിയുണ്ട്. जिस समय यह लोटा मेरे ऊपर गिरा था उस समय में यही कर रहा था. ഈ ലോട്ട എപ്പോഴാണ് എൻ്റെ മേത്ത് വീണത് ആ സമയത്തും ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉസ് ദുക്കാൻ സെ പിത്തൽ കി കുച്ച് പുരാനി മൂർത്തിയാം ഖരീദാ രഹാ था. അതായത് ആ കടയിൽ നിന്നും ഞാൻ കുറച്ച് ബ്രാസിൻ്റെ പ്രതിമകൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജോ കുച്ച് ഹോ ലോട്ട മേ ഹി ഖരീദൂങ്ക. താങ്കൾ എന്ത് പറഞ്ഞാലും ഞാൻ തന്നെ ലോട്ട വാങ്ങുമെന്ന് ബിൽവാസിജി പറയുകയാണ്. വാഹ് ആപ് കേസെ ഖരീദേങ്കെ. മേ ഖരീദൂങ്ക. യഹ് മേരാ ഹക്ക് ഹെ. അപ്പോൾ ഇംഗ്ലീഷ്മൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും, ഇത് ഞാൻ തന്നെ മേടിക്കാം, അതെൻ്റെ അധികാരമാണ്. ഹക്ക് अधिकारम. ज़रूर हक है. यह बताइए कि उस लोटे की पानी से आपने स्नान किया या मैंने. എന്തായാലും എനിക്ക് തന്നെയാണ് അധികാരം. താങ്കൾ ഇത് പറയൂ, ആ ലോട്ടയിലുള്ള വെള്ളം കൊണ്ട് മുഴുവനും കുളിച്ചത് ഞാനാണോ താങ്കളാണോ? ആപ്നെ. അപ്പോൾ ബിൽവാസിജി പറഞ്ഞു താങ്കൾ. വഹ് ആപ്കെ പേർ മേ ഗിരാ യാ മേരെ. അത് താങ്കളുടെ കാലിലാണോ വീണത് എൻ്റെ കാലിലാണോ വീണത്? ഇംഗ്ലീഷ്മൻ ചോദിക്കുകയാണ്. ആപ്കെ. അപ്പോൾ ബിൽവാസിജി പറഞ്ഞു താങ്കളുടെ. അങ്കൂട്ട ഉസ്ന ആപ്കാ ബുർത്ത കിയ യാ മേര. ആ ലോട്ട ചതച്ചരിച്ചത് താങ്കളുടെ കാലാണോ എൻ്റെ കാലാണോ? അപ്പോൾ വീണ്ടും ബിൽവാസിജി പറഞ്ഞു ഇംഗ്ലീഷ്മന്നിൻ്റെ കാലാണെന്ന്. ഇസ്ലിയെ ഉസേ ഖരീദന ഹക്ക് മേരാ ഹെ. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാനുള്ള അധികാരം എൻ്റേതാണ്. യഹ് സബ് ബക്വാസ് ദാം ലഗായേ ജോ അധിക് ദേ വഹ് ലേ ജായെങ്കെ. അതായത് അപ്പോൾ വേഗം ബിൽവാസിജി പറയുകയാണ് ഇതെല്ലാം മണ്ടത്തരമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിന് വില പറഞ്ഞ് ലേലം ഉറപ്പിക്കാം, അധികം വിളിക്കുന്ന ആൾക്ക് ഇത് സ്വന്തമാകും. യഹി സഹി. ശരിയാണ്, അത് തന്നെയാണ് ശരി. ആപ് ഇസ്ക 50 രൂപയെ ലഗായ രഹൈത്ത മേ 100 ദേത്താ ഹും. താങ്കൾ ഇതിന് 50 രൂപയാണ് പറഞ്ഞത്, ഞാൻ 100 രൂപ തരാം. മേ 150 ദേത്താ ഹും.
അപ്പോൾ വീണ്ടും ബിൽവാസി ജി പറഞ്ഞു ഞാൻ 150 രൂപ തരാം. മേ 200 ദേത്താ ഹും. അപ്പോൾ ഇംഗ്ലീഷ്മൻ പറഞ്ഞു ഞാൻ 200 തരാം. അജി മേ 250 ദേത്താ ഹും. അപ്പോൾ വേഗം ബിൽവാസി ജി പറഞ്ഞു ഞാൻ 250 തരാം. യഹ് कहकर ബിൽവാസി ജി ने 250 के നോട്ട് ലാലാ ലാൽ കെ ആകെ ഫേങ്ക് ദിയെ. അങ്ങനെ 250 രൂപ എന്ന് ലേലം പറഞ്ഞിട്ട് ആ 250 രൂപ ചാവുലാലിൻ്റെ മുന്നിലേക്ക് ബിൽവാസി ജി വലിച്ചെറിയുകയാണ്. സാഹബ് കോബി തവാകെ. അങ്ങനെ അത് കണ്ടപ്പോൾ ഇംഗ്ലീഷ്മെന്നിന് ഭയങ്കരമായി ദേഷ്യം വന്നു. ഉസ്നെ കഹ ഹാപ് 250 ദേത്തെ ഹേ തോ മേ 50 ദേത്താ ഹും. താങ്കൾ 250 ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഈ ലോട്ടയ്ക്ക് 500 റുപ്പീസ് കൊടുക്കും. അബ് ചലിയേ, ഇനി ഇതിവിടെ വെച്ച് നിർത്താം. ബിൽവാസി ജി അഫ്സോസ് കെ സാത്ത് അപ്നെ രൂപയെ ഉഠാനെ ലഗെ. അങ്ങനെ ബിൽവാസി ജി വളരെ സങ്കടത്തോടെ തൻ്റെ പൈസയൊക്കെ തിരിച്ച് ചൗലാലിന് എറിഞ്ഞു കൊടുത്ത പൈസ തിരിച്ച് എണ്ണിയെടുക്കാൻ തുടങ്ങി. മാനോ അപ്നി ആശാओं की लाश उठा रहे हैं. അത് കണ്ടാൽ തോന്നും തൻ്റെ പ്രതീക്ഷകളുടെ ഡെഡ് ബോഡിയാണ് അദ്ദേഹം എടുക്കുന്നതെന്ന്. സാഹബ് കി ഓർ ദേക്കർ ഉനോനെ കഹ. വീണ്ടും ഇംഗ്ലീഷ്മാൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ലോട്ട ആപ്കാ ഹുവ. ലോട്ട താങ്കൾ തന്നെ എടുത്തോളൂ. ലേ ജായിയെ, ഇതാ കൊണ്ടുപോയിക്കോളൂ. മേരെ പാസ് 250 സെ അധിക് നഹി ഹെ. എൻ്റെ കയ്യിൽ 250 രൂപയിൽ കൂടുതലില്ല. യഹ് സുന്ന ഥാ കി സാഹബ് കി ചെഹ്രെ പർ പ്രസന്നത കി കുഞ്ചി ഗിർ ഗയി. ഇത് കേട്ടതും നമ്മുടെ ഇംഗ്ലീഷ്മാൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ തിരകൾ അലയടിക്കാൻ തുടങ്ങി. ഉസ്നെ ചപ്പട്ട് കർ ലോട്ടാ ലിയ ഓർ ബോല अब मैं हंसता हुआ अपने देश लौटूंगा. मेजर डगलस को के डिंग सुनाते सुनाते मेरे कान पक गए. ഞാൻ ഇനി സന്തോഷത്തോടുകൂടെ തിരിച്ച് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും. ഞാൻ മേജർ ഡഗ്ലസിൻ്റെ പൊങ്ങച്ചം കേട്ട് എൻ്റെ ചെവി തന്നെ മരവിച്ചു പോയി. മേജർ ഡഗ്ലസ് കോൺ ഹെ? മേജർ ഡഗ്ലസ് ആരാണ്? മേജർ ഡഗ്ലസ് മേര പടോസി ഹെ. മേജർ ഡഗ്ലസ് എൻ്റെ അയൽവാസിയാണ്. പുരാനി ചീസോं की संग्रह करने में मेरी उनकी होड़ रहती है. പഴയ കാര്യങ്ങൾ, പഴയ ചരിത്രപരമായ കാര്യങ്ങളും പുരാതന കാര്യങ്ങളും കളക്ട് ചെയ്യുന്നതിൽ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗത് വർഷ് വേ ഹിന്ദുസ്ഥാൻ ആയേ ഥേ ഓർ യഹാ കി ജഹാംഗീരി അണ്ട ലഗേ. കഴിഞ്ഞ വർഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നും ജഹാംഗീരി അണ്ടയാണ് ഇവിടെ നിന്ന് അദ്ദേഹം കൊണ്ടുപോയത്. ജഹാംഗീരി അണ്ട? ഹാ, ജഹാംഗീരി അണ്ട. യെസ്, ജഹാംഗീരി അണ്ട. मेजर डगलस ने समझ रखा था कि हिंदुस्तान से वे ही अच्छी चीज़ें ले सकते हैं. മേജർ ഡഗ്ലസിൻ്റെ വിചാരം അദ്ദേഹത്തിന് മാത്രമേ ഇന്ത്യയിൽ നിന്നും നല്ല നല്ല സാധനങ്ങൾ കിട്ടുകയുള്ളൂ എന്നാണ്. പർ ജഹാംഗീരി ഹണ്ട ഹേ ക്യാ? അപ്പോൾ വേഗം ബിൽവാസി ജി ചോദിക്കുകയാണ് പർ ജഹാംഗീരി അണ്ട ഹേ ക്യാ? ജഹാംഗീരി അണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ് ജാൻതേ ഹോംഗെ കി एक कबूतर ने നൂർജഹാൻ और ജഹാംഗീർ की प्रेम कराया था. താങ്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നൂർജഹാനും ജഹാംഗീറും തമ്മിലുള്ള പ്രേമത്തിന് കാരണം തന്നെ ഒരു കബൂത്തർ അല്ലെങ്കിൽ ഒരു പ്രാവാണ്. ജഹാംഗീർ के पूछने पर कि मेरा एक कबूतर तुमने कैसे उड़ जाने दिया? നൂർജഹാൻ ने उसके दूसरे कबूतर को उड़ाकर बताया था कि ऐसे. അതായത് ഒരിക്കൽ ജഹാംഗീറും നൂർജഹാനും ഇരിക്കുമ്പോൾ ജഹാംഗീർ നൂർജഹാനോട് ചോദിക്കുകയാണ് എൻ്റെ ഒരു പ്രാവിനെ നീ എന്തിനാണ് പറത്തിവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ നൂർജഹാൻ വേഗം അടുത്ത പ്രാവിനെ പറത്തിവിട്ടിട്ട് പറയുകയാണ് ദാ ഇങ്ങനെയെന്ന്. ഉസ്കെ ഇസ് ബോലേപ്പൻ. അപ്പോൾ നൂർജഹാൻ്റെ ഈ ഇന്നസെൻസ് കണ്ടിട്ടാണ് ജഹാംഗീർ തൻ്റെ ജീവിതവും ഹൃദയവും തന്നെ നൂർജഹാനായി കൊടുത്തത്. ജഹാംഗീർ ദിലോജാൻ സെ നിഛാവർ ഹോ ഗയ. ഉസി ക്ഷൺ സെ ഉസ്നെ അപ്നെ കോ നൂർജഹാൻ കി ഹാത്ത് കർ ദിയ. ആ ഒരു നിമിഷത്തിലാണ് ജഹാംഗീർ തൻ്റെ ഹൃദയം നൂർജഹാന് കൈമാറിയത്. കബൂത്തർ കാ യഹ് ऐसा वह नहीं बोला. ആ പിജിയൻ്റെ ഉപകാരം അദ്ദേഹം ഒരിക്കലും അറിഞ്ഞില്ല. ഉസ്കെ എക് അണ്ടേ കോ ബഡേ ജത്തൻ സെ രക്ഷോട. അതായത് അതിൻ്റെ ആ പിജൻ്റെ ഒരു മുട്ടയെടുത്ത് വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം വെച്ചത്. ഏക് ബില്ലോർ കി ഹാണ്ടി മേം വഹ് ഉസ്കെ സാമനെ ടാങ്ക രഹാ ഥ. അതായത് ആ
പിജൻ്റെ എഗ്ഗിനെ എടുത്തിട്ട് ഒരു ഗ്ലാസ് ടംബ്ലറിലാക്കി താൻ ഇരിക്കുന്ന ആ മട്ടുപ്പാവിൽ അദ്ദേഹം തൂക്കിയിടുകയാണ് ഉണ്ടായത്. ബാദ് മേ വഹി അണ്ട ജഹാംഗീരി അണ്ട കെ നാം മേ പ്രസിദ്ധ ഹുവ. അതിനുശേഷമാണ് ആ മുട്ട, ആ പിജൻ്റെ ആ മുട്ടയാണ് ജഹാംഗീരി അണ്ട എന്ന പേരിൽ പ്രസിദ്ധമായത്. इसी को मेजर डगलस के पार्सल दिल्ली से एक मुसलमान सज्जन से 300 रुपये में खरीदा. അതാണ് മേജർ ഡഗ്ലസ് കഴിഞ്ഞ വർഷം ദില്ലിയിലുള്ള പാർസിയിലുള്ള ഒരു മുസ്ലിം മാന്യനിൽ നിന്നും 300 രൂപയ്ക്ക് മേടിച്ചത്. യഹ് ബാത് ഹാ पर अब मेरे आगे दुन की नहीं ले सकता. ഇനി എൻ്റെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റുകയില്ലല്ലോ. മേരി അക്ബരി ലോട്ട ഉൻകെ ജഹാംഗീരി അണ്ടാ സേ ബി ഏക് പുഷ്ത് പുരാനെ ഹെ. അതായത് എൻ്റെ അക്ബറി ലോട്ട അദ്ദേഹത്തിൻ്റെ ജഹാംഗീരി അണ്ടയേക്കാളും 1 സെഞ്ചുറി 100 വർഷം പുരാതനമാണ്. ഇസ് റിഷ്തേ സേ തോ ആപ്കാ ലോട്ട ഉസ് അണ്ടേ കാ ബാപ്പ് ഹുവ. അപ്പോൾ ബിൽവാസി മിശ്ര പറയാണ്, ഈ ഒരു ബന്ധം കാരണം ഈ ലോട്ട ആ ജഹാംഗീരി അണ്ടേ ഫാദറായിട്ട് വരും. സാഹബ് ने लाला छाऊलाल को 500 रुपये देकर अपनी राह ली. സാഹബ് അതായത് ഇംഗ്ലീഷ് മെൻ തൻ്റെ 500 റുപ്പീസ് ലാലാ ഛാവുലാലിന് കൊടുത്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ലാലാ ഛാവുലാൽ കാ ചെഹ്റ ഈ സമയത്ത് ദേഖ്തേ ബനാത്തേ ഥ. അതായത് ഈ സമയത്ത് നമ്മുടെ ഛാവുലാലിൻ്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ജാൻ പടുത്താ താ കി മുँह पर 6 दिन की बड़ी हुई दाढ़ी का एक बाल മാരോ പ്രസന്നത കെ ലഹ്റാത്തെ ഹെ. അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ 6 ദിവസമായി വളർന്നിരിക്കുന്ന താടി മുഴുവനും വളരെ സന്തോഷം അലയടിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഉന്നോനെ പൂച്ച बिलवासी जी मेरे लिए 250 रुपये घर से लेकर आए पर आपके पास तो थे नहीं. അപ്പോൾ വേഗം ഛാവുലാൽ ബിൽവാസിജിയോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി താങ്കൾ വീട്ടിൽ നിന്നും 250 രൂപ കൊണ്ടുവന്നോ? താങ്കളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇസ് ബേദിക്ക് മേരെ സിവായ മേരെ ഈശ്വർ ഹി ജാനത്തെ ഹെ. അപ്പോൾ ബിൽവാസി ജി പറയുകയാണ്, ഈ രഹസ്യം ഞാനല്ലാതെ ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. ആപ് ഉസി സേ പൂച്ച് ലീജിയെ. താങ്കൾ ദൈവത്തോട് ചോദിക്കും. മേ നഹി ബത്താവുങ്ങി. ഞാൻ ആ രഹസ്യം ഒരിക്കലും താങ്കൾക്ക് വെളിപ്പെടുത്തുകയില്ല. ഈ 250 രൂപ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. പെർ ആപ് ചെലേ കാം. പക്ഷെ താങ്കൾ ഇപ്പോൾ എവിടെയാണ് ധൃതി പിടിച്ച് പോകുന്നത്? അഭി മുझे आपसे काम है 2 घंटे तक. എനിക്കൊരു 2 മണിക്കൂറത്തേക്ക് താങ്കളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 2 घंटे तक. അപ്പോൾ ബിൽവാസി ചോദിക്കുകയാണ്, 2 മണിക്കൂറോ? ഹാ ഓർ ക്യാ, പിന്നല്ലാതെ. അഭി മേ ആപ്കി पीठ ठोकर शाबाशी दूंगी. 1 घंटा इसमें लगेगा. फिर गले लगाकर धन्यवाद दूंगा. 1 घंटा इसमें भी लगेगा. അപ്പോൾ ബിൽവാസി ജി വേഗം തിരിച്ചു ഛാവുലാലിനോട് പറയുകയാണ്, താങ്കൾ എന്നെ മുതുകത്ത് തട്ടിയിട്ട് 1 മണിക്കൂർ എന്നെ അഭിനന്ദിക്കാം. അതിനുശേഷം 1 മണിക്കൂർ എനിക്ക് നന്ദി പറയും. ഇതിനു വേണ്ടിയിട്ടല്ലേ? അച്ഛാ പെഹ്ലെ 500 रुपये गिनकर सहेज लीजिए. ആദ്യം താങ്കൾ ആ 500 രൂപ എണ്ണി നോക്കൂ. रुपया अगर अपना हो तो उसे सहेजना एक ऐसा सुखद मनमोहक कार्य है कि मनुष्य उस समय सहज में ही തന്മയത്വ പ്രാപ്ത് കർ ലേത്തെ ഹെ. അതായത് പൈസ നമ്മുടെ സ്വന്തമാക്കുകയാണെങ്കിൽ അതിലെണ്ണുകയും അതിൽ മുഴുകുക എന്നതും മനുഷ്യന് തന്മയമായിട്ട്, അതായത് അതിൽ തന്നെ മുഴുകുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. ലാലാ ഛാവുലാലിനെ അപ്നാ കാര്യ സമാപ്ത് കർക്കെ ഊപ്പർ ദേക്കാം. ലാലാ ഛാവുലാൽ തൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് പൈസയൊക്കെ എണ്ണിയതിന് ശേഷം നോക്കിയപ്പോൾ पर ബിൽവാസി ജി ഇസ് ബീച്ച് അന്തർധാൻ ഹോക്കെ. ആ സമയം നോക്കിയപ്പോൾ ബിൽവാസി ജി അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഉസ് ദിൻ രാത്രി ബിൽവാസി ജിക്കോ ദേർ തക് നീന്ത് നഹി ആയി. അന്ന് രാത്രി ബിൽവാസി ജിക്ക് ഒരുപാട് നേരം ഉറക്കം വരാതിരുന്നു. വേ ചാദർ ലപ്പേട്ടെ ചർപ്പായി പർ പട് രഹേത്തെ. അതായത് അദ്ദേഹം പുതപ്പ് പുതച്ച് തൻ്റെ കട്ടിലിൽ വെറുതെ കിടക്കുകയായിരുന്നു, പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 1 बजे वे उठे.
കറക്റ്റ് 1 മണിയായപ്പോൾ അദ്ദേഹം എണീറ്റു. ധീരെ बहुत धीरे से अपनी सोई हुई पत्नी की गले से उन्होंने सोने की एक सिकोड़ी निकाली जिसमें एक ताली बंधी हुई थी. അതായത് വളരെ പതുക്കെ തൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയിരുന്ന തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ നിന്നും കഴുത്തിലുള്ള ഒരു മാലയിൽ നിന്നും അദ്ദേഹം ഒരു ലോക്കറ്റ് പുറത്തെടുത്തു. ആ ലോക്കറ്റിൻ്റെ ഉള്ളിൽ ലോക്കറ്റ് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു താക്കോലുണ്ടായിരുന്നു. ഫിർ ഉസ്കെ കമരെ മേൻ ജാക്കർ ഉന്നോനെ ഉസ് താലി സെ സന്ദൂഖ് ഖോല. അതിനുശേഷം ആ കീയുമെടുത്ത് തൻ്റെ ഭാര്യയുടെ പെട്ടി വെച്ചിരുന്ന മുറിയിൽ പോയി ആ പെട്ടി തുറന്നു. ഉസ്മേ 250 के नोट ज्यों के त्यों रखकर उन्होंने उसे बंद कर दिया. ആ 250 rupees അങ്ങനെ തന്നെ ഭാര്യയുടെ ആ പെട്ടിയിൽ വെച്ച് നന്നായി അടച്ചു. ഫിർ ദബേ പാവ് ലോട്ട്കർ താലി കോ ഉന്നെ പൂർവ്വത് അപ്നി പത്നിക്ക് ഗലമേ ഡാൽ ദിയ. അതിനുശേഷം പതുക്കെ തിരിച്ചു വന്ന് ആ കീ തൻ്റെ ഭാര്യയുടെ മാലയുടെ ലോക്കറ്റിൽ തിരിച്ചു വെച്ചു. ഉസ്കെ ബാദ് ഉന്നോനെ ഹസ്കർ അങ്കടായിലി. അതിനുശേഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് കുറച്ച് ജസ്റ്റേഴ്സൊക്കെ കാണിച്ചു. ദൂസരേ ദിൻ സുബഹ് 8 ബജെ തക് ചെയിൻ കെ നീന്ത് സോയി. പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ സമാധാനമായി അദ്ദേഹം ഉറങ്ങി. ഇത് എഴുതിയത് അന്നപൂർണ നന്ദ് വർമ്മ.